നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. മാമത്ത് കുറച്ച് മുമ്പേ ഉണ്ടായ ഒരു വാഹന അപകടം എന്ന് പറയാൻ പറ്റില്ല. കാരണം KSRTC ബസ് ഒരു ചെറിയ ശബ്ദത്തോടു കൂടി ഇവിടെ കത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു നേർക്കാഴ്ച കാണിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ KSRTC ബസ്സാണ്. എന്തായാലും അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ, കാരണം കത്തിയ ഭാഗങ്ങളെ കാണിച്ചു തരാം. പക്ഷേ വേറൊരു ആളപായങ്ങളൊന്നുമില്ല. കാരണം ഡ്രൈവറുടെ കൃത്യമായ ഇടപെടൽ, കാരണം ശബ്ദം കേട്ട ഉടനെ തന്നെ അദ്ദേഹം വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി. അപ്പോൾ ഒതുക്കി നിർത്തിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ തീപിടുത്തം ഉണ്ടായി. എന്തായാലും അവർ മറ്റുള്ള ആൾക്കാരെയൊക്കെ മൊത്തം മാറ്റിയിട്ടുണ്ട്. വണ്ടി പൂർണ്ണമായിട്ടും കത്തി. കാരണം വലിയൊരു അപകടമാണ്. ഡ്രൈവറിൻ്റെയൊക്കെ കൃത്യമായ ഇടപെടലിൽ ഉണ്ടായിട്ടുള്ള ഒരു എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് വളരെ വലിയ ഒരു അപകടമാണ്. ഡ്രൈവറൊക്കെ ഇരുന്ന സീറ്റൊക്കെ പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. ആൾക്കാരിരുന്ന സീറ്റുകളെല്ലാം ഇത് കണ്ടോ, പൂർണ്ണമായിട്ട് കത്തി നശിച്ചു പോയി. മാമത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. കണ്ണൂരിൽ നിന്നും വന്ന ബസ്സാണ്, തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സാണ്. ശരിക്കും ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിയില്ല. അതുകൊണ്ടാണിത് ഒരു ഇതായിട്ടിട്ടിരിക്കുന്നത്. കാരണം ആൾക്കാർക്കൊന്നും വേറെ ഒരു ദോഷങ്ങളും ഇല്ല. ഭാഗ്യം കരുതും. സീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇതിനെ കത്തി നശിച്ചു. എന്തായാലും കാരണം നമ്മൾ എന്തെന്ന് പറഞ്ഞാലും പൂർണ്ണമായിട്ടും നമ്മൾ രണ്ട് ജീവനാണ് അവർ ആ ഡ്രൈവറൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വളരെ വിഷമം തോന്നും. കാരണം അവരുടെ ഒരു വല്ലാത്തൊരു സാഹചര്യമാണ് അവർ ആയിരിക്കുന്നത് കാണാം. അവർക്കും കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതാണ്. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന വിഷമം വളരെ വലുതാണ്. ഇത്രയും ജീവനെയാണ് അവർ രക്ഷപ്പെടുത്തിയത്. ആയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കാരണം അവർക്ക് ഇനി ആ രണ്ടുപേരെയാണ് കാണുന്നത്. ഞാൻ അവരെ എടുക്കുന്നില്ല, കാരണം സർക്കാർ വാഹനമാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അവരെ എടുക്കുന്നില്ലെങ്കിൽ അവർ വളരെ വിഷമത്തോടെയാണ് ആ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത്. ഭയങ്കരമായ അപകടമാണ്. പൂർണ്ണമായിട്ടും വണ്ടിയുടെ എല്ലാ ഭാഗവും തീപിടിച്ചിരിക്കുകയാണ്. കുറച്ച് നേരെ ആയിട്ടുള്ളൂ. ചാനലുകാരൊക്കെ എത്തുന്നതേ ഉള്ളൂ. അവരെല്ലാവരും എത്തുന്നതേ ഉള്ളൂ. ചാനലുകാരൊക്കെ എത്തുന്നതേ ഉള്ളൂ കേട്ടോ. ആരും അറിഞ്ഞില്ല. ഈ ഭാഗത്തൊക്കെ ആരും അറിഞ്ഞിട്ടില്ല. അമ്മേ എന്തായാലും രാവിലെ മാമത്ത് വൻ ദുരിതമാണ്, വൻ അപകടമാണ് ഒഴിവായത്. എന്തായാലും എല്ലാവർക്കും ദൈവകാരുണ്യമുണ്ട് എല്ലാവർക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.